ഡിസംബർ 30 ഒരാളുടെ ഓർമ്മ ദിനമാണ്. പലരും ഇപ്പോൾ മറന്നുപോകുന്ന, ചിലർക്ക് ഓർമ്മിക്കാൻ മടിക്കുന്ന, മറ്റു ചിലർ ഒരു നടുക്കത്തോടെ ഓർമ്മിക്കുന്ന ഇറാഖിൻ്റെ സ്വന്തം സദ്ദാം ഹുസൈൻ്റെ ചരമദിനമാണ്. 1979 ജൂലൈ 16 മുതൽ 2003 ഏപ്രിൽ 9 വരെ ഇറാഖിൻ്റെ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് സദ്ദാം ഹുസൈൻ എന്ന സദ്ദാം ഹുസൈൻ അബ്ദൽ മജീദ് അൽ തിക്രിത്തി. ഇറാഖിനെ 2 പതിറ്റാണ്ട് നയിക്കുകയും അമേരിക്കൻ അധിനിവേശത്തിനെതിരെ പൊരുതുകയും ഒടുവിൽ ധീരതയോടെ തൂക്കുമരത്തിൽ കയറുകയും ചെയ്ത സദ്ദാം ഹുസൈന്റെ ജീവിതം ലോക ചരിത്രത്തിലെ മറക്കാൻ കഴിയാത്ത ഒരു ഏട് തന്നെയാണ്. പലരും വാഴ്ത്തിപ്പാടുന്ന പോലെ ധീര പരാക്രമിയായ യോദ്ധാവാണോ അതോ ക്രൂരനായ ഒരു സ്വേച്ഛാധിപതി മാത്രമായിരുന്ന ആളാണോ സദ്ദാം എന്നത് ഇപ്പോഴും തർക്കവിഷയമാണ്. സദ്ദാമിന്റെ പിതാവ് നന്നേ ചെറുപ്പത്തിലെ മരിച്ചുപോയിരുന്നു. പിന്നീട് അമ്മാവനായ ഖൈറുള്ള തുൽഫയുടെ സംരക്ഷണയിലാണ് സദ്ദാം വളർന്നത്. ഇറാഖ് മിലിറ്ററിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു ഖൈറുള്ള. രാജകുടുംബത്തെയും അവരെ പിന്തുണയ്ക്കുന്ന ബ്രിട്ടനെയും എതിർത്തതിന്റെ പേരിൽ അദ്ദേഹം ജയിലിലായി. അതോടെ സദ്ദാമിന്റെ ജീവിതവും കഷ്ടത്തിലായി. അമ്മയുടെ അടുത്ത് മടങ്ങിയെത്തിയ സദ്ദാമിനെ രണ്ടാനച്ഛൻ തരം കിട്ടിയപ്പോഴെല്ലാം കഠിനമായി ഉപദ്രവിച്ചിരുന്നു. അവരുടെ ദ്രോഹം ആ കുട്ടിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെയാണ് സദ്ദാം ഹുസൈൻ ജീവിതത്തിൽ ആദ്യമായി ആയുധം എടുക്കുന്നത്. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് അവരെ ആക്രമിക്കാൻ തുടങ്ങി. 5 വർഷത്തിന് ശേഷം ഖൈറുള്ള ജയിൽ മോചിതനായി. സദ്ദാം വീണ്ടും അദ്ദേഹത്തിന്റെ സംരക്ഷണയിലായി. 1 വർഷം കഴിഞ്ഞ് സദ്ദാം അമ്മാവനോടൊപ്പം ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലേക്ക് പോയി. പിന്നീട് അവിടെ പഠനം തുടരുകയായിരുന്നു. ഒപ്പം രാഷ്ട്രീയത്തിലും ഇറങ്ങി. 6 അടി 2 ഇഞ്ച് ഉയരം, ആരെയും ഭയക്കാത്ത പ്രകൃതം. അങ്ങനെയുള്ള സദ്ദാമിന്റെ രാഷ്ട്രീയത്തിൽ നല്ലൊരു ഭാവി തുറന്നു കിട്ടി. അങ്ങനെ 1957 സദ്ദാം ബാത്ത് പാർട്ടിയിൽ അംഗമായി. 68 സൈനിക അട്ടിമറിയുടെ ഒരു പ്രധാന സംഘാടകനും സദ്ദാമായിരുന്നു. ഈ സൈനിക അട്ടിമറിയാണ് ബാത്ത് പാർട്ടിയെ ദീർഘകാല ഭരണത്തിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് തന്റെ ബന്ധുവായ പ്രസിഡന്റ് അഹമ്മദ് ഹസൻ അൽ ബക്കറിന്റെ കീഴിൽ ഉപരാഷ്ട്രപതിയായിരുന്ന സദ്ദാം സർക്കാരും സൈന്യവുമായുള്ള ഭിന്നതകൾ ശക്തമായി നിയന്ത്രിച്ചു. ശക്തമായ ഒരു സുരക്ഷാ സേനയെ ഒരുക്കിയെടുത്ത് തന്റെ അധികാരം സർക്കാരിന് മുകളിലായി അദ്ദേഹം ഉറപ്പിച്ചു. പ്രസിഡന്റായപ്പോൾ സദ്ദാം ഒരു ശക്തമായ സർക്കാർ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് 80 മുതൽ 88 വരെ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധം, 90-ൽ തുടങ്ങി 91-ൽ അവസാനിച്ച ഗൾഫ് യുദ്ധം എന്നിവ നടന്നത്. ഇറാഖിലെ വിമത ശബ്ദങ്ങൾ സദ്ദാം അടിച്ചമർത്തിയെങ്കിലും സുന്നി ഇറാഖികളുടെ ഇടയിലും അറബ് വംശജരുടെ ഇടയിലും അദ്ദേഹം ഒരു ജനകീയ നായകനായിരുന്നു. ഇസ്രയേലിനും അമേരിക്കയ്ക്കും എതിരായി എക്കാലവും ചങ്കുറപ്പോടെ നിലകൊണ്ടതുകൊണ്ടായിരുന്നു ഈ ജനപ്രിയത വർദ്ധിക്കാൻ കാരണം. ഇന്ത്യയുടെ നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു സദ്ദാം ഹുസൈൻ. ഇസ്ലാമിക വികാരത്തിന്റെ പേരിൽ തങ്ങളോടൊപ്പം നിൽക്കണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം നിരാകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ എന്നും ഇന്ത്യൻ താൽപര്യങ്ങളോടൊപ്പം നിൽക്കാൻ അദ്ദേഹം സന്നദ്ധത കാണിച്ചിരുന്നു. 2003 മാർച്ച് 19 അമേരിക്ക ഇറാഖുമായി യുദ്ധം പ്രഖ്യാപിക്കുകയും സദ്ദാം ഹുസൈനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കി ഇറാഖ് പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ സദ്ദാമിനെ അമേരിക്കൻ സൈന്യത്തിന് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ 2003 ഡിസംബർ 13 തിക്രിത്തിന് പുറത്ത് 10 കിലോമീറ്റർ തെക്കുള്ള അദ്വാർ പട്ടണത്തിലെ ഒളിസങ്കേതത്തിൽ നിന്ന് അമേരിക്കൻ സേന സദ്ദാമിനെ പിടികൂടി. സദ്ദാമിനൊപ്പം അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ 11 പേരെ കൂടി അമേരിക്കൻ സൈന്യം പിടികൂടി ഒരു രഹസ്യ സങ്കേതത്തിൽ പാർപ്പിച്ചു. പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കിയത്. 2006 നവംബർ 5 അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. 1990-ൽ കുവൈറ്റ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. 91-ൽ ഷിയാകൾക്കും കുർദുകൾക്കുമെതിരെ അക്രമങ്ങൾ നടത്തി. 80-കളിൽ കുർദുകളെ പലായനം ചെയ്യിച്ചു എന്നീ കുറ്റങ്ങളാണ് സദ്ദാമിനെതിരെ ചുമത്തപ്പെട്ടത്. എന്നാൽ പ്രധാനമായും 82-ലെ ദുജേൽ കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്തം ആരോപിച്ചായിരുന്നു സദ്ദാമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. സദ്ദാം ഹുസൈൻ നൽകിയ അപ്പീൽ പരമോന്നത കോടതി 2006 ഡിസംബർ 26 തള്ളിക്കളഞ്ഞു. ഡോക്ടർമാർ, വക്കീലന്മാർ, ഭരണാധികാരികൾ എന്നിവരുടെ മുന്നിൽ വെച്ച് 2006 ഡിസംബർ 30 രാവിലെ 6 മണിക്ക് സദ്ദാം ഹുസൈൻ തൂക്കിക്കൊല്ലപ്പെട്ടു. അപ്പോഴും ഒരിക്കൽ പോലും താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചെറിയൊരു പശ്ചാത്താപം പോലും അദ്ദേഹം നടത്തിയില്ല. ഒരിക്കൽ 10 ലക്ഷം പട്ടാളക്കാരുടെ മേധാവിയായിരുന്ന 1/4 നൂറ്റാണ്ട് ഇറാഖ് അടക്കി ഭരിച്ച സദ്ദാം ഹുസൈൻ കയ്യിൽ ഒരു ഖുറാൻ മാത്രം പിടിച്ച് തല ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കൊലമരത്തിലേക്ക് നടന്നുപോയത്. കാലങ്ങൾക്ക് ശേഷം IS ഭീകരർ ഇറാഖിൽ അഴിഞ്ഞാട്ടം നടത്തിയപ്പോൾ അവിടുത്തെ ജനത സദ്ദാം ഹുസൈനെ ഓർമ്മിച്ചു കാണും. അദ്ദേഹം അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് ഭൂരിഭാഗം ഇറാഖികളുടെയും വിശ്വാസം.